ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് W.H. ഓഡൻ എഴുതിയ മ്യൂസി ഡസ് ബ്യൂക്സ് ആർട്സ് എന്ന പോയമാണ്. ആദ്യം നമുക്ക് പോയറ്റിനെ പറ്റി നോക്കാം. വിൻസ്റ്റൺ ഹ്യൂ ഓഡൻ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പോയറ്റ്സ് ഓഫ് ദ 20th century. Born in England, he rose to fame in the 1930s as a brilliant voice of a new generation. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള കവികളിൽ ഒരാളായിരുന്നു വിൻസ്റ്റൺ ഹ്യൂ ഓഡൻ. ഇംഗ്ലണ്ടിൽ ജനിച്ച അദ്ദേഹം 1930കളിൽ ഒരു പുതിയ തലമുറയുടെ ഉജ്ജ്വലമായ ശബ്ദമായി പ്രശസ്തിയിലേക്ക് ഉയർന്നു. He later moved to the US in 1939 and became an American citizen, winning the Pulitzer Prize for Poetry in 1948. 1939 അദ്ദേഹം US-ലേക്ക് താമസം മാറി അമേരിക്കൻ പൗരനായി. 1948 കവിതയ്ക്കുള്ള പുലിറ്റ്സർ സമ്മാനം അദ്ദേഹം നേടി. Born in York, England, he initially wanted to be a scientist but discovered a deep talent for writing. He studied at Oxford University where he befriended other writers like Stephen Spender. അദ്ദേഹം ഇംഗ്ലണ്ടിലെ യോർക്കിൽ ജനിച്ചു. തുടക്കത്തിൽ ഒരു ശാസ്ത്രജ്ഞനാകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും എഴുത്തിൽ ആഴത്തിലുള്ള കഴിവ് കണ്ടെത്തി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച അദ്ദേഹം അവിടെ സ്റ്റീഫൻ സ്പെൻഡർ പോലുള്ള മറ്റ് എഴുത്തുകാരുമായി സൗഹൃദത്തിലായി. ഹിസ് 1913 collection poems published with the help of T.S. Eliot made him a leading voice of his time. Auden wrote about politics, morality, and the psychological defects of society, earning a reputation as a politically engaged poet. 1930 T.S. എലിയറ്റിൻ്റെ സഹായത്തോടെ പ്രസിദ്ധീകരിച്ച കവിതകൾ എന്ന അദ്ദേഹത്തിൻ്റെ സമാഹാരം അദ്ദേഹത്തെ അക്കാലത്തെ ഒരു പ്രധാന ശബ്ദമാക്കി മാറ്റി. രാഷ്ട്രീയം, ധാർമ്മികത, സമൂഹത്തിൻ്റെ മാനസിക വൈകല്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഓഡൻ എഴുതി. രാഷ്ട്രീയമായി ഇടപഴകുന്ന ഒരു കവി എന്ന ഖ്യാതി നേടി. In 1939, just before World War II, he emigrated to the US. He later became an American citizen in 1946. 1939 രണ്ടാം ലോക മഹായുദ്ധത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹം US-ലേക്ക് കുടിയേറി. പിന്നീട് 1946 അദ്ദേഹം അമേരിക്കൻ പൗരനായി. Auden taught at various American universities and wrote in nearly every verse form imaginable. He won the 1948 Pulitzer Prize for his poem The Age of Anxiety. He passed away in Vienna, Austria in 1973. ഓഡൻ വിവിധ അമേരിക്കൻ സർവകലാശാലകളിൽ പഠിപ്പിക്കുകയും സങ്കല്പിക്കാനാവുന്ന എല്ലാ പദ്യരൂപങ്ങളിലും എഴുതുകയും ചെയ്തു. ദി ഏജ് ഓഫ് ആൻസൈറ്റി എന്ന കവിതയ്ക്ക് 1948 പുലിറ്റ്സർ സമ്മാനം നേടി. 1973 ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. W.H. ഓഡൻ്റെ മ്യൂസി ഡസ് ബ്യൂക്സ് ആർട്സ് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളെ അവഗണിക്കാനുള്ള മനുഷ്യൻ്റെ പ്രവണതയെ പര്യവേക്ഷണം ചെയ്യുന്നു. പീറ്റർ ബ്രൂഗലിൻ്റെ ചിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ കുട്ടികൾ കളിക്കുന്നതും നായ്ക്കൾ അവരുടെ ദിവസം മുഴുവൻ ചെലവഴിക്കുന്നതും ഉൾപ്പെടെയുള്ള സാധാരണ ജീവിതം നിസ്സംഗതയോടെ തുടരുന്നുവെന്ന് ഈ കവിത വാദിക്കുന്നു. ഈ കവിതയെ 2 വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് മനസ്സിലാക്കാം. അതിലെ ഭാഗം 1 നോക്കാം. സ്പീക്കർ ഒരു മ്യൂസിയം സന്ദർശിക്കുന്നു. അതായത് ഈ പോയത്തിൻ്റെ പേരിൻ്റെ അർത്ഥം ഫൈൻ ആർട്സ് മ്യൂസിയം എന്നാണ്. കൂടാതെ ഓൾഡ് മാസ്റ്റേഴ്സിൻ്റെ ചിത്രങ്ങൾ നോക്കുന്നു. പ്രസവം, ദാരുണമായ മരണങ്ങൾ തുടങ്ങിയ അഗാധമായ മനുഷ്യ ദുരിതങ്ങൾ സാധാരണയായി ഒരു നിശബ്ദ കോണിലാണ് സംഭവിക്കുന്നതെന്ന് ഈ മാസ്റ്റർ ചിത്രകാരന്മാർ എങ്ങനെ മനസ്സിലാക്കുന്നുവെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അതേസമയം സമീപത്തുള്ള മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുകയോ ജനൽ തുറക്കുകയോ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നു എന്നാണ് ഭാഗം 1 പറയുന്നത്. ഇനി ഭാഗം 2 ഇക്കാറസിൻ്റെ പതനത്തിനെ പറ്റിയാണ് പറയുന്നത്. ബ്രൂഗലിൻ്റെ ഇക്കാറസിൻ്റെ പതനത്തോടെയുള്ള ഭൂപ്രകൃതിയിലാണ് പ്രഭാഷകൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഗ്രീക്ക് പുരാണത്തിൽ ഇക്കാറസ് തൻ്റെ പിതാവിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് സൂര്യനോട് വളരെ അടുത്ത് പറന്ന് മെഴുകുചിറകുകൾ
ഉരുക്കി കടലിലേക്ക് വീഴുന്നതാണ് ഇക്കാറസിൻ്റെ പതനം. ചിത്രത്തിൽ ഇക്കാറസിൻ്റെ ദുരിതം ഒരു ചെറിയ മിക്കവാറും അദൃശ്യമായ വിശദാംശത്തിൽ മറഞ്ഞിരിക്കുന്നു. ബാക്കി ചിത്രം ദൈനംദിന ജീവിതത്തെ കാണിക്കുന്നു. ഒരു കർഷകൻ തൻ്റെ വയലിൽ ഉഴുതുമറിക്കുന്നു. ഒരു ഇടയൻ മുകളിലേക്ക് നോക്കുന്നു. ഒരു കപ്പൽ ശാന്തമായി സഞ്ചരിക്കുന്നു. എല്ലാവരും സ്വന്തം ജീവിതത്തിൽ തിരക്കിലായതിനാൽ സമീപത്ത് ഒരു ആൺകുട്ടി മുങ്ങി മരിക്കുന്നത് ശ്രദ്ധിക്കാനോ ഒന്നിനും കഴിയുന്നില്ല. ഈ കവിതയിലെ പ്രധാന സന്ദേശം ദുരന്തങ്ങളാണ്. അതായത് ഒരാളുടെ മരണം അല്ലെങ്കിൽ കഷ്ടപ്പാട് പോലുള്ള പ്രധാനപ്പെട്ടവ പോലും ലോകത്തെ ഒരു വഴിത്തിരിവിൽ നിന്ന് തടയുന്നത് വളരെ അപൂർവമാണ്. മറ്റുള്ളവരുടെ വേദനയോടെയുള്ള മനുഷ്യരാശിയുടെ സാർവത്രിക നിസ്സംഗത എടുത്തു കാണിച്ചുകൊണ്ട് സമൂഹം അതിൻ്റെ സാധാരണ കാര്യങ്ങൾ തുടരുന്നു. W.H. Auden's Musee des beaux arts explores the universal human tendency to ignore the suffering of others. Inspired by his visit to the Royal Museum of Fine Arts of Belgium, Auden argues that while individuals face private tragedies, the rest of the world indifferently continues its daily routine. അതായത് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളെ അവഗണിക്കാനുള്ള സാർവത്രിക മനുഷ്യപ്രവണതയെ ഓഡൻ്റെ മ്യൂസി ഡെസ് ബ്യൂക്സ് ആർട്സ് പര്യവേക്ഷണം ചെയ്യുന്നു. ബെൽജിയത്തിലെ റോയൽ മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സിലേക്കുള്ള തൻ്റെ സന്ദർശനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വ്യക്തികൾ സ്വകാര്യ ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ നിസ്സംഗതയോടെ അതിൻ്റെ ദൈനംദിന ദിനചര്യ തുടരുന്നുവെന്ന് ഓഡൻ വാദിക്കുന്നു. ഈ കവിതയിൽ ഓഡൻ ഈ വിഷയത്തെ വ്യക്തമായ 2 ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു. അതിൽ സ്റ്റാൻസ 1 നോക്കാം. The insight of the old masters. Auden begins by stating that the old masters of art perfectly understood human suffering. He notes that while intense suffering like a dramatic martyrdom or an agonizing execution takes place, ordinary life carries on in the background. ഇതിൽ ഫസ്റ്റ് പറയുന്നത് പഴയ ഗുരുക്കന്മാരുടെ ഉൾക്കാഴ്ചയെ പറ്റിയാണ്. കലയിലെ പഴയ ഗുരുക്കന്മാർ മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത ഓഡൻ ആരംഭിക്കുന്നത്. നാടകീയമായ രക്തസാക്ഷിത്വം അല്ലെങ്കിൽ വേദനാജനകമായ വധശിക്ഷ പോലുള്ള തീവ്രമായ കഷ്ടപ്പാടുകൾ നടക്കുമ്പോൾ സാധാരണ ജീവിതം പശ്ചാത്തലത്തിൽ തുടരുന്നു എന്ന് അദ്ദേഹം കുറിക്കുന്നു. People are usually preoccupied with mundane tasks like eating, opening a window, or walking. He even uses the ironic stark image of a torturous horse mindlessly scratching its rump, perfectly indifferent to the suffering of the victims nearby. ഭക്ഷണം കഴിക്കുക, ജനൽ തുറക്കുക, നടക്കുക തുടങ്ങിയ ലൗകിക ജോലികളിൽ ആളുകൾ സാധാരണയായി വ്യാപൃതരാണ്. സമീപത്തുള്ള ഇരകളുടെ കഷ്ടപ്പാടുകളോട് തികച്ചും നിസ്സംഗതയോടെയാണ് ഇവർ പെരുമാറുന്നത്. പീഡകൻ്റെ കുതിര മനസ്സില്ലാ മനസ്സോടെ അതിൻ്റെ മുലപ്പാൽ ചൊരിയുന്നതിൻ്റെ വിരോധാഭാസവും മൂർച്ചയുള്ളതുമായ ചിത്രം പോലും അദ്ദേഹം ഈ കവിതയിൽ ഉപയോഗിക്കുന്നു. ഇനി ഇതിൻ്റെ 2ാം ഭാഗം നോക്കാം. The Fall of Icarus. Auden shifts to examine a specific artwork, Peter Bruegel the Elder's painting, Landscape with the Fall of Icarus. The painting depicts everyday, idyllic Flemish life, a farmer plowing a field, a shepherd tending flocks, and a ship sailing on the water. പീറ്റർ ബ്രൂഗൽ ദി എൽഡറിൻ്റെ ലാൻഡ്സ്കേപ്പ് വിത്ത് ദി ഫോൾ ഓഫ് ഇക്കാറസ് എന്ന ചിത്രത്തിലെ ഒരു പ്രത്യേക കലാസൃഷ്ടി പരിശോധിക്കാൻ ഓഡൻ മാറുന്നു. ഈ ചിത്രം ദൈനംദിന ഇഡലിക് ഫ്ലെമിഷ് ജീവിതത്തെ ചിത്രീകരിക്കുന്നു. ഒരു കർഷകൻ വയലിൽ ഉഴുതുമറിക്കുന്നു. ഒരു ഇടയൻ, അതായത് ആട്ടിടയൻ, പിന്നെ വെള്ളത്തിൽ സഞ്ചരിക്കുന്നു. Tucked away in a tiny corner of the frame is the tragic mythological figure of Icarus, drowning in the water after his wax wings melted. Despite the tragedy of Icarus plummeting from the sky, the surrounding world goes about its business
completely unfazed, illustrating society's profound apathy toward the misfortunes of the individual. ഫ്രെയിമിൻ്റെ ഒരു ചെറിയ മൂലയിൽ ഇക്കാറസിൻ്റെ മെഴുകുചിറകുകൾ ഉരുകിയതിനു ശേഷം വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ദുരന്തപൂരണ രൂപം കാണാം. ആകാശത്ത് നിന്ന് ഇക്കാറസ് താഴേക്ക് വീഴുന്നതിൻ്റെ ദുരന്തം ഉണ്ടായിരുന്നിട്ടും ചുറ്റുമുള്ള ലോകം പൂർണ്ണമായും നിസ്സംഗതയോടെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. വ്യക്തിയുടെ നിർഭാഗ്യങ്ങളോടുള്ള സമൂഹത്തിൻ്റെ അഗാധമായ നിസ്സംഗതയെ ഈ കവിത ചിത്രീകരിക്കുന്നു. അടുത്തത് കീ ടേക്ക് അവേ. Ultimately, the poem highlights how pain and tragedy are intensely private and isolating experiences. While the victim experiences an earth-shattering disaster, the rest of the world keeps spinning, the sun keeps shining, and everyday life moves forward without missing a beat. ഇതിൽ പറയുന്നത് ആത്യന്തികമായി വേദനയും ദുരന്തവും എത്രമാത്രം സ്വകാര്യവും ഒറ്റപ്പെടുത്തുന്നതുമായ അനുഭവങ്ങളാണെന്ന് ഈ കവിത എടുത്തു കാണിക്കുന്നു. ഇര ഭൂമിയെ തകർക്കുന്ന ഒരു ദുരന്തം അനുഭവിക്കുമ്പോൾ ലോകത്തിലെ ബാക്കി ഭാഗങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂര്യൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈനംദിന ജീവിതം ഒരു താളവും തെറ്റാതെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.